മനുഷ്യജീവിതത്തിലെ മനോഹരമായ വികാരങ്ങളിലൊന്നാണ് പ്രണയം. പ്രണയാനുഭവങ്ങൾ ഇല്ലാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല. പ്രണയത്തിൻ്റെ എരിവും പുളിയും കയ്പും മധുരവും ഒക്കെ ആവോളം അനുഭവിച്ചിട്ടുള്ളവരാണ് പലരും. ഇന്ന് സോഷ്യൽ മീഡിയയിൽ കൂടുതലായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളാണ് നാർസിസം, ഗ്യാസ് ലൈറ്റിംഗ്, റെഡ് ഫ്ലാഗ്, ടോക്സിക് റിലേഷൻഷിപ്പ് എന്നിവയൊക്കെ. എന്നാൽ ഈ സോഷ്യൽ മീഡിയ വിഷയങ്ങൾക്കപ്പുറം അൺഹെൽത്തി റിലേഷൻഷിപ്പുകളെ കുറിച്ച് കൂടുതൽ അറിയേണ്ടതുണ്ട്. ഇന്നല്ലേ നാളെ എല്ലാം ശരിയാവുമെന്ന പ്രതീക്ഷയിൽ ടോക്സിക് ബന്ധങ്ങളെ സഹിച്ചു കഴിയുന്നവർ ഒട്ടേറെയുണ്ട് നമുക്ക് ചുറ്റും. അൺഹെൽത്തിയായ ബന്ധങ്ങൾ നിങ്ങളുടെ ആരോഗ്യം, സന്തോഷം, മൊത്തത്തിലുള്ള ക്ഷേമം എന്നിവയെ ബാധിക്കും. അൺഹെൽത്തി റിലേഷൻഷിപ്സ് എങ്ങനെ തിരിച്ചറിയാം? നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. സ്നേഹത്തിന്റെയും കരുതലിന്റെയും പേര് പറഞ്ഞ് ഇടം വലം തിരിയാൻ നിങ്ങളെ അനുവദിക്കാതിരിക്കുകയും വ്യക്തിപരമായ കാര്യങ്ങളിൽ പോലും കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യുന്നത് അപകടകരമായ ബന്ധത്തിന്റെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാണ്. നിങ്ങൾ എവിടെ പോകുന്നു? ആരാണ് കൂടെയുള്ളത്? ഈ ഡ്രസ് ധരിക്കരുത് എന്ന് ഞാൻ പറഞ്ഞതല്ലേ? എന്തിനാണ് രാത്രിയിൽ വാട്സപ്പിൽ ഇരിക്കുന്നത്? ആരോടാണ് ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഫോൺ ബിസി ആയിരുന്നല്ലോ. എന്തിനാണ് എനിക്കിഷ്ടമില്ലാത്തവരോട് നീ സംസാരിക്കുന്നത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇവർ നിരന്തരം ചോദിച്ചുകൊണ്ടേയിരിക്കും. ഈ ചോദ്യങ്ങൾക്കൊക്കെ നിങ്ങൾ ഫോട്ടോയായും വീഡിയോ ആയും തെളിവുകൾ നൽകി അവരെ തൃപ്തിപ്പെടുത്തേണ്ടി വരും. പങ്കാളിക്ക് വേണ്ടി നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റിവെക്കേണ്ടി വരുമ്പോൾ ബന്ധങ്ങളിൽ വിട്ടുവീഴ്ച വേണ്ടിവരിക സ്വാഭാവികമാണ്. എന്നാൽ നിങ്ങളുടെ ഇഷ്ടങ്ങളെല്ലാം മാറ്റിവെച്ച് പങ്കാളിയുടെ ഇഷ്ടങ്ങൾക്ക് മാത്രം അനുസരിച്ച് ജീവിക്കേണ്ടി വരുന്നെങ്കിൽ നിങ്ങൾ സുഖകരമായ ഒരു ബന്ധത്തിലല്ല എന്ന് വേണം കരുതാൻ. നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും കുറ്റമായി കാണുമ്പോൾ നിങ്ങളുടെ തെറ്റുകളെ ഇടയ്ക്കിടയ്ക്ക് കുറ്റപ്പെടുത്തി പറഞ്ഞ് സംസാരിക്കാൻ ടോക്സിക് പങ്കാളികൾക്ക് മാത്രമേ കഴിയൂ. പരസ്പരം സംസാരിക്കുന്നതിനിടയിൽ എപ്പോഴും പഴയ കഥകൾ വലിച്ചിട്ട് ഇത് നിങ്ങൾ എപ്പോഴും ചെയ്യുന്നതാണ്, ഇത് നിങ്ങളുടെ സ്വഭാവമാണ്, ഇത് മാറാൻ പോകുന്നില്ല എന്ന തരത്തിൽ ഭൂതകാല സംഭവങ്ങളെ വീണ്ടും വീണ്ടും ചർച്ചയ്ക്ക് വിധേയമാക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ മുൻകാല സംഭവങ്ങൾ ഓർമ്മിച്ചു വെച്ച് അത് നിങ്ങളെ കുറ്റപ്പെടുത്താനുള്ള നല്ലൊരു ടൂളായി ഉപയോഗിക്കുന്നു എന്ന് വേണം കരുതാൻ. നല്ല കമ്മ്യൂണിക്കേഷൻ ഏതൊരു ആരോഗ്യകരമായ ബന്ധത്തിൻ്റെയും ഒരു പ്രധാന ഭാഗമാണ്. മോശമായ കമ്മ്യൂണിക്കേഷൻ പലപ്പോഴും അൺഹെൽത്തി റിലേഷൻഷിപ്പിൽ പ്രധാന കാരണങ്ങളിൽ ഒന്നാണ്. പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാതിരിക്കുക, ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചുള്ള സംസാരങ്ങൾ ഒഴിവാക്കുക, നമ്മുടെ പാർട്ട്ണർ ഒരു മൈൻഡ് റീഡർ ആകണമെന്ന് പ്രതീക്ഷിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ അവരെ അറിയിക്കാതെ അവർ അറിയുമെന്ന് പ്രതീക്ഷിക്കുക, കേൾക്കാതിരിക്കുക എന്നിവയൊക്കെ മോശം കമ്മ്യൂണിക്കേഷനിൽ ഉൾപ്പെടുന്നതാണ്. അനാരോഗ്യകരമായ ബന്ധത്തിൻ്റെ ലക്ഷണങ്ങൾ തിരിച്ചറിയുക എന്നതാണ് സ്വതന്ത്രമാകാനുള്ള ആദ്യപടി. പലപ്പോഴും നിങ്ങളൊരു ബന്ധത്തിൻ്റെ ഭാഗമാകുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മോശമായി തോന്നുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എത്രമാത്രം കഷ്ടപ്പെടുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. എന്നാൽ സ്വതന്ത്രനാകാൻ നിങ്ങൾ ആ നടപടി സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തിരിഞ്ഞു നോക്കുകയും നിങ്ങൾ എത്രമാത്രം അസ്വസ്ഥനായിരുന്നുവെന്ന് കാണുകയും ചെയ്യും. നിങ്ങളുടെ ജീവിതം വീണ്ടെടുക്കുന്നതിലൂടെ ലഭിക്കുന്ന അവിശ്വസനീയമായ സ്വാതന്ത്ര്യവും സന്തോഷവും നിങ്ങൾ അനുഭവിക്കും. ഓർമ്മിക്കുക, വിശ്വാസത്തിലും ബഹുമാനത്തിലും പരസ്പരം പിന്തുണയിലുമുള്ള ഒരു ബന്ധത്തിന് നിങ്ങൾ അർഹനാണ്. ഈ സാഹചര്യങ്ങളിൽ ഒന്ന് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവ അവഗണിക്കരുത്. ഈ വീഡിയോയുടെ അടുത്ത ഭാഗത്ത് അനാരോഗ്യകരമായ ബന്ധങ്ങൾക്കുള്ള പരിഹാരങ്ങളെക്കുറിച്ചും ആരോഗ്യകരമായ ബന്ധങ്ങൾ എങ്ങനെ രൂപപ്പെടുത്താം എന്നതിനെക്കുറിച്ചും ഞങ്ങൾ സംസാരിക്കും. അഭിപ്രായങ്ങളിൽ നിങ്ങളുടെ അനുഭവവും കമൻസായി രേഖപ്പെടുത്തുക. ഈ വീഡിയോ കാണേണ്ടവരുമായി പങ്കിടാനും മറക്കരുത്. ഒരുമിച്ച് നമുക്ക് തിരിച്ചറിവ് നൽകാനും ആരോഗ്യകരവും സന്തുഷ്ടവുമായ ജീവിതത്തിലേക്ക് അവരുടെ ആദ്യ ചുവടുകൾ എടുക്കാൻ മറ്റുള്ളവരെ സഹായിക്കാനും കഴിയും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.